RJDയിൽ പൊട്ടിത്തെറി വൈസ് പ്രസിഡന്റായ വി സുരേന്ദ്രൻപിള്ള പാർട്ടി വിട്ടു. കഴിഞ്ഞ 2 ആഴ്ചയായി പാർട്ടിയിൽ ശീതസമരമാണ് നടക്കുന്നത് എന്ന് സുരേന്ദ്രൻപിള്ള പറഞ്ഞു. LDFിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും തന്നില്ല. മത്സരരംഗത്തുണ്ടാകുമോ എന്ന് പറയാനാകില്ല എന്നും സുരേന്ദ്രൻപിള്ള പറഞ്ഞു. അപ്പോൾ ആ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ 3 സ്ഥാനാർത്ഥികളെ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല പാർട്ടി. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങളിപ്പോൾ റിസൈൻ ചെയ്ത് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നത്. പ്രസിഡന്റുമായിട്ട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം രാജിക്കത്ത് അദ്ദേഹത്തെ ഇമെയിൽ ചെയ്തു. മത്സരരംഗത്ത് ഇനി 23-ാം തീയതിക്കകത്ത് നോമിനേഷൻ കൊടുത്താൽ മതിയല്ലോ. അതിപ്പോൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു 100% ഷുവർട്ടി പറയാൻ കഴിയുന്നില്ല. RB സനൂപ് വിവരങ്ങൾ നൽകും. സനൂപ്, മുന്നണിക്കുള്ളിലെ അവഗണനയെ തുടർന്ന് മുന്നണി വിടാനുള്ള ചർച്ചയടക്കം RJDക്കുള്ളിൽ അതിശക്തമായി തന്നെ നടന്നിരുന്നു. പക്ഷെ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അവഗണന തന്നെയാണോ പാർട്ടി വിടാനുള്ള കാരണമായും സുരേന്ദ്രൻപിള്ള പറയുന്നത്? ദിവ്യ, RJD വൈസ് പ്രസിഡന്റ് വി സുരേന്ദ്രൻപിള്ളയും കൂട്ടാളികളുമാണ് ഇപ്പോൾ പാർട്ടി വിടാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചെയർമാന് രാജിക്കത്ത് നൽകിയതായിട്ടാണ് അവർ പറയുന്നത്. കാരണം 3 സീറ്റിൽ ആണ് പാർട്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണയും 3 സീറ്റാണ് മത്സരിച്ചത്. പക്ഷേ 7 സീറ്റ് വരെ നൽകാമെന്ന് മുമ്പ് പാർട്ടി ഇതിലേക്ക് വരുമ്പോൾ അവർക്ക് വാഗ്ദാനം നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ ഈ കേരള കോൺഗ്രസ് അടക്കം വന്ന സമയത്ത് അത് കുറഞ്ഞുപോയി എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഇത്തവണ കൂടുതൽ സീറ്റ് നേടിയെടുക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുകയും ഈ 3 സീറ്റിൽ തന്നെ ഇപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുകയും ചെയ്തതോടുകൂടിയാണ് പാർട്ടി വിടാൻ വേണ്ടി ഇപ്പോ വി സുരേന്ദ്രൻപിള്ള തീരുമാനിച്ചത്. മുമ്പ് അദ്ദേഹം പല പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, മന്ത്രിയൊക്കെ തന്നെ ആയിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം സീറ്റിലടക്കം ഇപ്പോ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടേക്കൊക്കെ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം നിലവിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കേരള ജനാധിപത്യ കോൺഗ്രസ്, അതേപോലെ തന്നെ BJP തുടങ്ങിയ പാർട്ടികളുമായിട്ടൊക്കെ തന്നെ സംസാരിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് പാർട്ടിയിലേക്കായിരിക്കും അദ്ദേഹം പോവുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മത്സര രംഗത്ത് നിന്ന് മാറുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ മറുപടി തന്നിട്ടില്ല. എന്തായാലും മത്സരിക്കാൻ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനം എന്നാണ് ഇതുവഴി മനസ്സിലാക്കേണ്ടത്. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി RJDയിൽ പൊട്ടിത്തെറിയുണ്ട്.